പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഇന്ത്യയിൽ നിരോധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് ഒരു ജനമഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ 5 ലക്ഷം ആളുകളൊക്കെ പങ്കെടുത്തു എന്ന മാധ്യമങ്ങൾ എഴുതിയത്. അതിൽ 5-6 പേരെ കൊണ്ടുപോയി തീഹാർ ജയിലിലിട്ടാൽ ഇവരുടെ തീവ്രവാദം അവസാനിക്കുമോ? അങ്ങനെയൊന്നും നരേന്ദ്രമോദിക്കും വിശ്വാസമില്ല. ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ആസ്ഥാനമാക്കി 1947 ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുവാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇന്ത്യയെ ആസ്ഥാനമാക്കി. ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ, ജമാഅത്തെ ഇസ്ലാമി AJK, ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി, ജാമിയത്ത് ജമാഅത്തെ ഇസ്ലാമി അഫ്ഗാനിസ്ഥാനെ ആസ്ഥാനമാക്കി. നോക്കണം, നമ്മള് മെക്സവിനെ കുറിച്ച് പറഞ്ഞില്ലേ, 2 വർഷം കൊണ്ട് 1000-ലധികം ബ്രാഞ്ചുകൾ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? 1 രൂപ പോലും ആളുകളിൽ നിന്നും വാങ്ങാതെ. ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കണ്ടേ? പരിശീലകൻ വേണ്ടേ? അതാണ് ഇവരുടെ വളർച്ച. എൻ്റെ ഒരു വീഡിയോയ്ക്ക് ആദ്യം ഇടുന്ന 1 മണിക്കൂറിനകത്ത് 42,200 റിപ്പോർട്ടുകൾ വരെ വന്നു എന്ന് പറയുമ്പോൾ ചെറുതാണ്. ഇവർക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു വക്കീലന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ എന്നെ ഒതുക്കണം, എന്നെ പൂട്ടണം എന്ന് പറഞ്ഞ് ചാനൽ ബാൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വലിയ രൂപത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. പ്രതിരോധിക്കാൻ പറ്റണ്ടേ? നേർക്ക് നേരെ നിന്ന് ആശയപരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ആയുധമെടുത്ത് രംഗത്തിറങ്ങും. ഇപ്പോ ആയുധമെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ആയുധമെടുക്കണമെങ്കിൽ നരേന്ദ്രമോദി അകത്താക്കുമല്ലോ. തൽക്കാലം ഇവർ മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഹിസ്ബി ഇസ്ലാമി, നമ്മൾ അറിയാത്ത എത്രയെത്ര തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് അറിയാമോ? UK ഇസ്ലാമിക് മിഷൻ സ്ഥാപിച്ചു. ജമാഅത്തെ ഇസ്ലാമി ശാഖകൾ കൊളംബിയ, ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, UK ഇവിടെയൊക്കെ ഇന്നും എത്രയോ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള മുഖം എന്താണ്? ബട്ടർഫ്ലൈ. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആ സമാധാനം നിങ്ങളൊന്ന് സ്ഥാപിച്ചു കൊണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ നമ്പർ ഒന്ന് കൊടുക്കുക ബട്ടർഫ്ലൈക്ക്, ഫ്രീ തിങ്കറെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പഠിപ്പിച്ചു തരൂ എന്താണ് ഇസ്ലാമിന്റെ സമാധാനം. നിങ്ങൾ മനസ്സിലാക്കിയ സമാധാനം എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് ഞങ്ങളൊന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യട്ടെ. കേരളത്തിലെ മരണപ്പെട്ട ഹാജി VP മുഹമ്മദ് അലി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ കേന്ദ്രമായ പഞ്ചാബിലെ പത്താൻകോട്ടിലെ ദാറുൽ ഇസ്ലാമിൽ നിന്ന് പ്രഥമ അമീർ കൂടിയായിട്ടുള്ള മൗലാന മൗദൂദിയെ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷം കോഴിക്കോട്ട് പ്രവർത്തനം സജീവമായിട്ട് അങ്ങോട്ട് തുടങ്ങി. ഒരിടത്ത് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തിടത്തും ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാമല്ലോ. 1948 ജനുവരി 30 കോഴിക്കോട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ജമാഅത്തെ ഇസ്ലാമി ഘടകം നിലവിൽ വരുന്നത്. ഇത്രയും പാരമ്പര്യമുണ്ട്. 47 സ്വതന്ത്രമായത്. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാക്കി കോൺഗ്രസ് നമ്മുടെ കേരളത്തെയും ഇന്ത്യയെയും ഒക്കെ മാറ്റിക്കൊടുത്തെന്ന്. ഇസ്ലാമിക കാഴ്ചപ്പാടില് ഒരു സമൂഹ നിർമ്മിതിയാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെച്ചത്. മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾക്ക് പകരം പടച്ചവനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ. അതിനു വേണ്ടിയിട്ടാണ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി വെള്ളം കോരുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം മുറുകെ പിടിക്കണം. എന്നിട്ട് സമാധാന മാർഗത്തിലൂടെയാണ് ഇപ്പൊ പറ്റുക എങ്കിൽ അങ്ങനെ മതി. അക്രമം എടുക്കേണ്ടുന്ന സമയം വരുമ്പോൾ നമ്മൾ പറയാം. സായുധ മാർഗങ്ങളും തൽക്കാലം എതിർത്ത് നിൽക്കാം. ഇപ്പൊ വേണ്ട. ആയുധം എടുക്കുന്ന സമയം വരുമ്പോൾ പറയാൻ മതി. ബംഗ്ലാദേശില് ആയുധം എടുത്തോളാൻ പറഞ്ഞു. യുഎസ് സർക്കാർ ജയിൽ തുറന്നു വിട്ടപ്പോൾ അവിടെ നിന്ന് തോക്കുകളും മറ്റു മാരകമായിട്ടുള്ള ആയുധങ്ങളും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ആ ഭീകരര് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ഓക്കെ, അപ്പോ ഏത് രൂപത്തിലാണെങ്കിലും ശരി, നീതിയിലും ക്ഷേമത്തിലും അടിസ്ഥാനമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം പ്രാവർത്തികമാക്കണം. നീതി എന്താണെന്ന് അറിയാമല്ലോ.
മുസ്ലിങ്ങളെ മാത്രം അംഗീകരിക്കുക, അവർക്ക് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം വേണം. അത്രേ ഉള്ളൂ. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകമാണ് ജമാഅത്തെ ഇസ്ലാമി കേരള. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ നയങ്ങളും പ്രവർത്തന പരിപാടികളും തന്നെയാണ് കേരള ഘടകവും പിന്തുടരുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും, ഇത് തന്നെയാണ് അഫ്ഗാനിലും, ഇത് തന്നെയാണ് പാകിസ്ഥാനിലും, ഇത് തന്നെയാണ് UK-യിലും, ഇത് തന്നെയാണ് അമേരിക്കയിലും. ഏത് തീവ്രവാദ പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമി ചെയ്തതായിട്ട് തെളിവില്ല എന്നാണ് കേരള സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം. മഹാത്മാഗാന്ധി ഇന്ത്യൻ മണ്ണിലെ ജമാഅത്തെ ഇസ്ലാമിയെ ഒരിക്കൽ വിളിച്ചത് സാധുക്കളുടെ സംഘം എന്നായിരുന്നു. ഹമാസ് പോരാളികളായതിന് ഇപ്പൊ എന്തെങ്കിലും സംശയമുണ്ടോ? താലിബാൻ വിസ്മയമായതിന് എന്തെങ്കിലും സംശയമുണ്ടോ? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതികളും വേറെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി ഏഷ്യൻ ജിഹാദ് ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ബംഗാളികൾ എന്ന വ്യാജേന അനധികൃത ബംഗ്ലാദേശി തൊഴിലാളികളുടെ അസാധാരണമായ കുടിയേറ്റങ്ങൾ കൂട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശി പൗരന്മാരെ കേരളത്തിലേക്ക് കടത്തുന്നത് നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ ISISന്റെ റിക്രൂട്ടിംഗ് ബ്രിഗേഡിന്റെ മാൻ പവർ കൺസൾട്ടൻസികളാണ്. ഇത് ആന്റി ടെററിസം സൈബർ വിങ് നിക്സണും ജിജിയും എത്രയോ കൊല്ലങ്ങളായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവർക്ക് കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം, പെരുമ്പാവൂര്, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവര് ചെയ്യുന്നത് വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചത്. ഇന്നൊരു വീട്ടിലെ തന്നെ 3 പേരാണ് അറസ്റ്റിലായത്. ബംഗ്ലാദേശികൾക്ക് വേണ്ടിയിട്ട് വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടതിന്റെ പേരിൽ. ബംഗാളികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആസാമികള്, ബീഹാറികള്. ബംഗ്ലാദേശികളായ ജമാഅത്തെ ഇസ്ലാമി, ISI, ISKP അനുകൂലികളായിട്ടുള്ള ജിഹാദികൾ കേരളത്തിന്റെ തൊഴിലിടങ്ങളിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്തു. ബാക്കി പിന്നീട് അവരെ നോക്കിക്കോളൂ. അവർക്കൊന്ന് കയറി പറ്റിയാ മതി. പിന്നെ ബംഗ്ലാദേശികള് ബംഗാളികളുമായിട്ട് ഇടകലർന്ന് ജീവിച്ച് വോട്ടർ ലിസ്റ്റിൽ ക്രമേണ കയറി പറ്റും. ഇവർക്ക് ID കാർഡുകൾ കൊടുക്കാൻ ആളുണ്ടല്ലോ, വ്യാജമായിട്ടാണെങ്കിലും പ്രശ്നമില്ല. പിന്നീട് റേഷൻ കാർഡ്, ഇതൊക്കെ ഇവർ സംഘടിപ്പിക്കും. ഇവരെ സഹായിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കൂടെ ഉണ്ടാകും. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, ISIS ഒരുപാട് ഇടനിലക്കാരുണ്ട് ഇവർക്ക്. തൊഴിലിൽ നിന്നുള്ള വരുമാനം അല്ലാതെ മയക്കുമരുന്നും മറ്റ് അനേകം വ്യാപാരങ്ങൾ ഇപ്പൊ കണ്ടില്ലേ. ഹലാൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ആരാ? ഇവരാ. ഇവർക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഏജന്റുമാരുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുണ്ട്. ഇവരുടെ പൊളിറ്റിക്കൽ ബെൽറ്റ് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം ഇവർക്ക്. ബംഗാളിൽ തന്നെ ബംഗ്ലാദേശികൾക്ക് അനേകം വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും മമതയ്ക്കൊക്കെ അധികാരത്തിൽ കയറണമെങ്കിൽ, നമ്മുടെ ഡൽഹിയില് കെജ്രിവാളിന് കയറണമെങ്കിൽ ഇവരുടെ വോട്ട് വേണമല്ലോ. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3000 ആളുകളാണ് ഞങ്ങൾ ബംഗ്ലാദേശികളാണ് കെജ്രിവാളിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. അതിലും പലരും ഒന്നും മറക്കല്ലേ JK, ഓർത്തു വെച്ചോ. 2021 ഇലക്ഷൻ കമ്മീഷൻ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത് ഏകദേശം ഈ രൂപത്തിലുള്ള 38,000 അനധികൃത കുടിയേറ്റക്കാർ ഇവിടത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ എത്ര സുതാര്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ രീതികൾ പോകുന്നത്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ മാത്രം ബംഗ്ലാദേശിലെ ഏകദേശം 2 കോടിയിലധികം പൗരന്മാർ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. ആസാം, കേരളം എന്നിവിടങ്ങളിലേക്കൊക്കെ ഇവർ ശരിക്കും കടന്നു കയറിയിട്ടുണ്ട്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉൾക്കൊണ്ടാലും ശരി, ഉൾക്കൊണ്ടില്ലെങ്കിലും ശരി. ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കത്തക്ക രൂപത്തിൽ അവരെ വളർത്തി വലുതാക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. പിറന്ന മണ്ണിനോട് ഇവർക്ക് എന്തിനാ കൂറ്? ഇവരുടെ രാജ്യം ഇതല്ലല്ലോ. ഇവരൊരു പാകിസ്ഥാന് വേണ്ടിയിട്ടല്ലേ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കതിന് സാധിക്കും. ഇനിയും എന്താണ്